നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് ദേവാലയ വളപ്പിൽ അസ്ഥികൂടത്തെ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരിൽ വലിയ പരിഭ്രാന്തിയാണ് പരത്തുന്നത്. ഇതിൻ്റെ ചുരുളഴിയിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് പോലീസും. കൊല്ലം ശാരദാമഠം CSI പള്ളി സെമിത്തേരിയോട് ചേർന്ന പറമ്പിലാണ് സ്യൂട്ട് കേസിൽ പൊതിഞ്ഞ നിലയിൽ അസ്ഥികൂടത്തെ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് അത് പരിശോധന ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അസ്ഥികൂടത്തിന് 2 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്തി ഇതിൽ കൃത്യമായ ഒരു അനുമാനത്തിലേക്ക് എത്താനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം മാത്രമേ, അതിൻ്റെ റിപ്പോർട്ടുകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. പൊതു റോഡിന് സമീപത്തായി തന്നെയാണ് ഈ അസ്ഥികൂടത്തെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. റോഡിൽ നിന്നും സെമിത്തേരിയുടെ ഭാഗത്തേക്ക് അസ്ഥികൂടം ഒരുപക്ഷെ വലിച്ചെറിഞ്ഞതായിരിക്കുമെന്നുള്ള സൂചനയും ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് എങ്ങനെയാണിത് പുറം ലോകം അറിഞ്ഞതെന്ന് ചോദിച്ചാൽ, പള്ളിയുമായി ബന്ധപ്പെട്ടവർ പൈപ്പ് ശരിയാക്കാനായി എത്തിയപ്പോഴായിരുന്നു കാട് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് സ്യൂട്ട് കേസിൽ അസ്ഥികൂടത്തെ കണ്ടെത്തിയത്. പൈപ്പിടാൻ കുഴിയെടുക്കുന്നതിനിടയിലാണ് മണ്ണിൽ ഈ സ്യൂട്ട് കേസ് കുഴിച്ചിട്ടതായി പ്രദേശവാസികൾ പറയുന്നത്. പള്ളിയിലെ ജീവനക്കാരാണ് ഇതാദ്യം കാണുന്നത്. അവരെന്താണ് ഈ സ്യൂട്ട് കേസിനുള്ളിലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഈ അസ്ഥികൂടത്തെ കണ്ടെത്തിയത്. വളരെ വേഗത്തിൽ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. നാട്ടിൽ നിന്നും വർഷങ്ങളായി കാണാതായവരെക്കുറിച്ച് പോലീസ് നിലവിൽ അന്വേഷണം നടത്തിപ്പോരുകയാണ്. ഒരുപക്ഷെ ഇതൊരു കൊലപാതകമാണോ എന്നുള്ള സംശയവും ഒരു ഭാഗത്ത് പോലീസ് ഉയർത്തുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് മറ്റു ചില അനുമാനങ്ങളിലേക്കും എത്തുന്നുണ്ട്. ഈ അസ്ഥികൂടത്തെ വിശദമായി പരിശോധിച്ചപ്പോൾ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏകദേശം ദ്രവിച്ചു തുടങ്ങിയ നിലയിലാണ് അസ്ഥികൂടത്തെ കാണപ്പെട്ടത്. എന്നാൽ എല്ലാ അസ്ഥികളും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. ചില ഭാഗത്തെ അസ്ഥികൾ മാത്രമാണ് ഇതിലുള്ളത്. ആരെങ്കിലും ഇനി അസ്ഥികൂടം പെട്ടിയിലാക്കി ഉപേക്ഷിച്ചു പോയതാകാൻ ഉള്ള സാധ്യത കൂടി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ പറയുന്നുണ്ട്. കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഈ കേസിനെ കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുന്നത്. അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതായിരിക്കാമെന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഇടുപ്പെല്ലിൽ H എന്നും കാലിൻ്റെ എല്ലിൽ O എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്തിയത്. ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തുന്നത് സാധാരണ മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അസ്ഥികളിലാണ്. നട്ടെല്ലിൻ്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിൽ കൂടിയാണ്. സൂട്ട് കേസിൽ നിന്നും ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കത്രികയും ചോക്കുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നഷ്ടപ്പെട്ടതായിരിക്കാമെന്നുള്ള അനുമാനത്തിലേക്കും എത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെ നഷ്ടപ്പെട്ടാൽ പോലും എങ്ങനെയാണ് ഈ പെട്ടി പള്ളി വളപ്പിലേക്ക് എത്തിയത് എന്നുള്ളത് പോലീസിനെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അത് കണ്ടെത്താൻ വേണ്ടി പോലീസ് CCTV ദൃശ്യങ്ങളടക്കം പഴയകാല ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയാണ്. നഗരത്തിൻ്റെ നടുവിൽ തന്നെയാണ്, നഗരഹൃദയത്തിൽ തന്നെയാണ് ശാരദാമഠം CSI പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തിരക്കുള്ള പ്രദേശം കൂടി ആയതുകൊണ്ട് ഏത് സമയത്തും പകലും രാത്രിയും ആളുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇത് കണ്ടെത്തുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടേറിയതാണ്. വർഷങ്ങൾക്ക് മുൻപ് കുഴിച്ചിട്ടതായിരിക്കുമെന്ന നിഗമനത്തിലാണ് പോലീസും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.